വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട എൻ്റെ അച്ഛമ്മയുടെ സ്പെഷ്യൽ സാമ്പാറാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വെളുത്തുള്ളി, മുളക്, കരിവേപ്പില, മല്ലി, കടലപ്പരിപ്പ്, ഉഴുന്നും പരിപ്പ്, ഉലുവ, കായം, പരിപ്പ്, വെണ്ടയ്ക്ക, മത്തങ്ങ, വെള്ളരിക്ക, സബോള, തക്കാളി എന്നിവയെല്ലാം വേണം. അപ്പോൾ പരിപ്പ് കഴുകി നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്, പരിപ്പ് തിളച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. കഴിഞ്ഞ് നമ്മൾ കുക്കർ അടിച്ച് അച്ഛമ്മയുടെ വറുത്ത അരച്ച സാമ്പാറാണ്. അപ്പോൾ അതിൻ്റെ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അത് ചൂടായപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് കായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ നമുക്ക് കടലപ്പരിപ്പ്, ഉഴുന്നും പരിപ്പ്, ഉലുവ, മല്ലി, കുരുമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. അതൊരു നല്ല മിക്സായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് സവാള, കരിവേപ്പില, വറ്റൽമുളക്, നാളികേരം ചേർത്ത് നല്ല മൂക്കുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതേപോലത്തെ മിക്സ് ആവണ വരെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ട് ആ പാനിലേക്ക് തന്നെ വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് തക്കാളി വാട്ടാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. തക്കാളിയും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് വെണ്ടക്കായ ഇട്ടിട്ടുണ്ട്. അത് ഉടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇതാണ്. അത് നമുക്കന്നേരം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പരിപ്പ് വെന്തു. അതിലേക്ക് നമ്മൾ മത്തങ്ങ, കുമ്പളങ്ങ, വെള്ളരിക്ക, മുരിങ്ങക്കായ ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ നേരത്തെ എടുത്ത് വെച്ച മിക്സ് നമ്മൾ മിക്സിയിൽ അരയ്ക്കാൻ പോവാണ്. അതിലേക്ക് ആവശ്യമായ വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു കളറ് വരണം. അതുവരെ നമ്മളത് വീണ്ടും അരയ്ക്കണം. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ആ കുക്കറിലേക്ക് നേരത്തെ വാട്ടി വെച്ച തക്കാളി, വെണ്ടക്കായ ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തിട്ടുണ്ട്. അത് അടച്ചു വെച്ചു. അപ്പോൾ അത് നല്ലോണം തിളച്ച് വന്നപ്പോൾ അതിൻ്റെ ഉപ്പ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കർ തുറന്നിട്ട് പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളത് അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വറ്റൽമുളക് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളതിലേക്ക് കടുക്, വേപ്പില ഇട്ട് കൊടുത്ത് പൊട്ടിക്കുന്നുണ്ട്.